നമ്മളുടെ ശരിക്കുള്ള യഥാർത്ഥ ഒരു സുഹൃത്ത്, ആത്മാർത്ഥമുള്ളൊരു സുഹൃത്ത് ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരുന്ന ആളുകൾ, അല്ലെങ്കിൽ യാത്രകൾ പോകാൻ കൂടെ വരുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ശരിക്കുള്ളൊരു ഫ്രണ്ട് എന്തായിരിക്കണം, എങ്ങനെയുള്ള ആളായിരിക്കണം, ആരാണ് ശരിക്കുള്ള ഫ്രണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഗുണങ്ങളെപ്പറ്റി പറയുന്ന ആൾക്കാരെ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ആളാണ്, നിങ്ങൾ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, മുഖസ്തുതി. ചിലപ്പോൾ അങ്ങനെ പറയുന്ന കൂട്ടുകാരുണ്ടാവും നിങ്ങൾക്ക്. മിക്കവാറും ആൾക്കാരൊക്കെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഒരു സന്തോഷിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോഴാണ് ആ ഒരു സുഹൃബന്ധം നിലനിന്ന് പോവുള്ളൂ. അതൊരു സൈക്കോളജിയും കൂടിയാണ്. പക്ഷേ കുറേ കാലം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ അടുത്ത് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്നെപ്പറ്റി വിമർശിച്ചുകൊണ്ട് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടക്കുറവ് വന്നു, സ്വാഭാവികമല്ലേ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കുള്ള സുഹൃത്ത് നമ്മളുടെ കുഴപ്പം എന്താണ്, നമ്മളുടെ കുറവ് ഏത് സെക്ടറിലാണ് നമ്മളുടെ കുഴപ്പം, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയോഗങ്ങൾ, സംസാരിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളിലുള്ള ചില കാര്യങ്ങൾ, ഒരു പോരായ്മ, ഒരു നെഗറ്റീവ് എന്താണ്, അത് ശരിക്ക് നമുക്ക് പറഞ്ഞു തന്നെ അല്ലെങ്കിൽ മനസ്സിലാക്കിച്ച് തരുന്ന ഒരാളാണ് ശരിക്കുള്ള സുഹൃത്ത് എന്നോട് എൻ്റെ പുറകെ പറഞ്ഞു. അപ്പോൾ എന്നെപ്പറ്റി ഒന്ന് രണ്ട് വിമർശനങ്ങളോട് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് അന്നേരം അത്ര ഇഷ്ടപ്പെട്ടില്ല, ആക്ച്വലി ഇഷ്ടമായില്ല. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ബഹുമാനം തോന്നിപ്പോയി ആ കൂട്ടുകാരത്തിനോട്. കാരണം എൻ്റെ ഒന്ന് രണ്ട് ചെറിയ സംസാരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അതാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതെന്നെ സഹായിച്ചു കേട്ടോ. ശരിക്കും ഞാൻ ആ ഒരു ഭാഗം ഞാൻ കറക്റ്റ് ചെയ്തു, ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഗുണം എനിക്കുണ്ടായി. സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കാൻ ഞാൻ അതിനുശേഷം പഠിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളങ്ങനെ വിമർശിക്കുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടോ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നതെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ക്യാരക്ടർ ഒന്നുകൂടി നന്നാക്കാനായിട്ട് ഉപകരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ.